എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അതെ, നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ എത്തിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് ക്ലിയർ ആയിട്ടില്ലോ വായിച്ചത്? നമ്മൾ വായിച്ചേ. എന്നാൽ കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ എത്തിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ: കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ നാം ലജ്ജിതരായിത്തീരുമോ? കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ നാം ലജ്ജിതരായിത്തീരുമോ? വിൽ വി ബി അഷെയിംഡ് വെൻ ദ ലോർഡ് കംസ് അഗെയിൻ? നമ്മൾ വായിച്ച വേദഭാഗത്തും അതുതന്നെയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. സ്തോത്രം. നാം ബോസ സഭയിലായിരിക്കുന്ന ദൈവമക്കളായ നാം കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരും എടുക്കപ്പെടുമെന്നുള്ളതായ വിശ്വാസത്തിൽ ആണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യം, അത് ഉറപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ആരും അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സ്തോത്രം, കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിതരായി തീരാതിരിക്കാൻ വേണ്ടി അനേക കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. എങ്കിലും 1-2 ചില മിനിറ്റുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വിശ്വാസികളും സന്തോഷത്തോടു കൂടി നോക്കി പാർത്തിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. പക്ഷേ അങ്ങനെയാകുമ്പം ഏതെങ്കിലും വിശ്വാസികൾ ലജ്ജാപൂർവം അവൻ സന്നിധി വിട്ട് മാറിപ്പോകുന്നുണ്ടോ? മാറിപ്പോകാൻ ഇടയാകുമോ? അതിന് ചില കാരണങ്ങൾ നമ്മൾ അറിയാത്ത ചില മേഖലകൾ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മളിൽ കുടികിടപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ വായിക്കുന്നില്ല, അറിയാവുന്നൊരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. അപ്പം അവർ കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയെ കല്ലെറിയാൻ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. അവർ പാപമില്ലാത്ത ഒരുവനായി സ്തോത്രം, യേശു പാപമില്ലാത്തവനാണ്. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ പ്രകാശത്തിൽ ഈ കൊണ്ടുവന്നവർ ആ സ്ത്രീയെ ഏത് കാര്യത്തിൽ കുറ്റം ചുമത്തിയോ അതിൽ തങ്ങൾ തന്നെ കുറ്റക്കാരാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഉണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുകയുണ്ടായി. യേശു ന്യായപ്രമാണം ആചരിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് പഴയ നിയമത്തിലുണ്ട്, കല്ലെറിയാൻ വ്യവസ്ഥയുണ്ട്. പക്ഷേ യേശു കല്ലെറിഞ്ഞില്ല. വേണേ കല്ലെറിയാൻ വ്യവസ്ഥയുണ്ട്. ദൈവം പാപികളുടെ നേരെ ഒരിക്കലും കല്ലെറിയുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ കാര്യം നാം ഒരിക്കലും നമ്മൾ മറക്കരുത്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, വിശ്വാസികളായിരിക്കുന്ന നാം പാപത്തിലകപ്പെട്ടാൽ ശിക്ഷയുണ്ട്. അത് വേറെ വിഷയം. ഇത് വിശ്വാസത്തിൽ വരാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞ കാര്യം. ദൈവം പാപികളെ സ്നേഹിക്കുന്നവരാണ്. പാപത്തിന്മേലുള്ളതായ വിജയത്തെപ്പറ്റി പ്രസംഗിക്കുന്ന നമ്മുടെ വാക്കുകളിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സൗമ്യത പലപ്പോഴും കാണിക്കാറില്ല. പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. എന്നാൽ അതേസമയം നമ്മളോ അവരോ മറ്റുള്ളവരെ വിമർശിക്കുകയും കുറ്റം ചുമത്തുകയും അവരെക്കുറിച്ച് കൊള്ളി വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന ഈ വിധത്തിലാണ് പരീശന്മാർ പെരുമാറിയിരിക്കുന്നത്. അവർ നീതിയെപ്പറ്റി പ്രസംഗിക്കുന്നെങ്കിലും തങ്ങളുടെ ചേരിയിൽ പെടാത്ത എല്ലാവരെയും ശാപയോഗ്യരായി പരിഗണിക്കുന്നവരാണ്.
തങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അല്ല ആണ് നമ്മുടെ ശിശുമാർ പോലും അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും അങ്ങനെ തോന്നി. അത് യേശുവിനെ വിശ്വസിക്കുന്നവർ തന്നെ ഇവരെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അവരെ വിദ്വേഷിക്കണമെന്നൊരിക്കലും ഈ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് നമുക്ക് പ്രതികൂലമല്ലാത്തവർ നമുക്ക് അനുകൂലമാണല്ലോ, പിന്നെ നമ്മളവരെ കല്ലെറിയുന്ന അല്ലെങ്കിൽ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം എന്നാൽ ഈ യേശു പരീക്ഷന്മാരുടേതിനേക്കാൾ ഒരു ഉയർന്ന നീതിയുടെ നിലവാരം പ്രസംഗിക്കുന്നു. ഏതെങ്കിലും ഒരു പാവിയെ കൊള്ളിവാക്കുകൊണ്ട് യേശു പരാമർശിച്ചിട്ടില്ല. തൻ്റെ സൗമ്യതയിൽ കൂടി അവരെ സ്നേഹിക്കുകയും ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്തു ആണ്. പരീക്ഷന്മാർ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിരൽ ചൂണ്ടുന്നു. അവളെ കുറ്റപ്പെടുത്തുവാൻ, ലജ്ജിതയാക്കുവാൻ ആഗ്രഹിച്ചപ്പം യേശു അവളെ രക്ഷിക്കുവാനാണ് ആഗ്രഹിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അവൾ രക്ഷ പ്രാപിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 2:1 വായിക്കുന്നതിന് റോമർ 2:1 അതുകൊണ്ട് ഇരിക്കുന്ന വായിച്ചത് 2:1 റോമർ 2:1. അതുകൊണ്ട് വിധിക്കുന്നതിന്റെ മനുഷ്യനുമായുള്ളവയെ ഇത് ബുദ്ധിവാദം പറയുവാനില്ല. അതിനെ വിധിക്കുന്നതിൽ ഇതിനെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്നതിൽ അത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? അതോടെ കാര്യം കാണുകയാണ്. നമ്മൾ അന്യരെ കുറ്റം വിധിക്കുന്നുണ്ട്, പക്ഷേ വിധിക്കുന്ന നീ നിന്നെ തന്നെ നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നു, ഏത് കാരണം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു, അത് തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 2:1 നമ്മൾ വായിക്കുകയാണ് ആണ്. അപ്പം കർത്താവിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പം ഈ വിധമായ കാര്യങ്ങൾ കണ്ടെത്തും. അതാണ് കർത്താവിൻ്റെ വരവെങ്കിൽ നാം ലജ്ജിതരായി പോകുമോ എന്ന് അന്ന് ഞാൻ പറഞ്ഞല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. മറ്റുള്ളവർ ചെയ്തതായി നാം ആരോപിച്ച് അതേ കാര്യം തന്നെ നാം സ്വയം ചെയ്തിട്ടുള്ളതായി വ്യക്തമാവണ്ണം നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ദിവസത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം അത് അത്രമാത്രം ഉജ്ജ്വലമായിരിക്കും. നമുക്ക് അത് ബോധ്യപ്പെടണം. നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നു, പക്ഷെ നാം അത് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെ വെളിപ്പെടുന്നു? ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രകാശത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആണ് നാം വിശ്വാസികളാണ്. അതായത് സ്തോത്രം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ എല്ലാ വിശ്വാസികളും ലജ്ജാപൂർവം കർത്താവിൽ നിന്നും അകന്നു പോകുവാൻ ഇടയാകുന്ന കാര്യവും ഇത് തന്നെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഏറ്റവും നിസ്സാരമായ വാക്കുകൾ, പ്രവൃത്തികളുടെയും അതിന്മേൽ പോലും വിധി പ്രസ്താവിക്കുവാൻ തക്കവണ്ണം പല വിശ്വാസികളും വളരെ സൂക്ഷ്മദൃഷ്ടിയുള്ളവരാണ്. ആണ്. ആൽബർട്ടാൻ മരിച്ചുപോയി. അദ്ദേഹം എപ്പോഴും സഭായോഗത്തിൽ പറയും, എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും വാക്ക് പറയുമ്പോൾ ഉടനെ അതേ കയറി പിടിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. അല്ല. സ്തോത്രം. ഏതൊരു നല്ല കാര്യത്തിൽ പോലും എപ്പോഴെങ്കിലും അപൂർണത ചിലപ്പോൾ ഉണ്ടാകാം, വാക്കുകളിലോ എന്തെങ്കിലും അറിയാതെ. പക്ഷെ അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നിന്നും വചനത്തിൽ നിന്നും മാറി പറയണമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ല പോയിന്റ്. വചനത്തിൽ നിന്നും മാറി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിൽ നമ്മൾ ഉൾക്കൊണ്ടാകുന്നതിലാണ് ആണ്. സ്തോത്രം. എന്നാൽ നമ്മളിൽ അപൂർണത ഉണ്ടായിരിക്കുമ്പോൾ നമ്മളിൽ യാതൊരു നന്മയും വസിക്കാത്ത ഒരു ജഡമാണ് നമുക്കറിയാം. നമ്മളിൽ യാതൊരു നന്മയും ഇല്ല. എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവമുള്ള ഒരുവൻ മറ്റുള്ളവരിൽ മാത്രമല്ലാതെ തന്നിൽ തന്നെ യാതൊരു കുറ്റവും കണ്ടെത്താൻ ശ്രമിക്കുന്നുമില്ല. ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. കർത്താവ് വരുമ്പം അവിടുത്തെ പൂർണ്ണ പ്രകാശത്തിൽ നമ്മുടെ സ്വാർത്ഥത,
നമ്മുടെ നിഗളം അത് പൂർണ്ണ രൂപത്തോടു കൂടി നാം അപ്പോഴേ നാം മനസ്സിലാക്കുകയുള്ളൂ. ഇതൊന്ന് വായിക്കും. 1 കൊരിന്ത്യർ 13:12 1 കൊരിന്ത്യർ 13:12 അന്ന് വായിക്കാം. 13:12 ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണും, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെടുന്നു എന്ന് നീ അറിയും. അംശമായിട്ട് നാം അറിയുകയാണ്. അറിയാം. അല്പം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം വിശ്വാസികളാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ പോകാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ നമ്മളിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കരടോ എന്തെങ്കിലും അഴുക്കോ ഈ പറഞ്ഞമാതിരി ഉണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കും ഞാൻ പൂർണ്ണത ഉള്ളതാണെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെയും നമുക്ക് നമ്മെ തന്നെ കൂടുതൽ പൂർണ്ണതയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന പക്ഷം മറ്റൊരാളിലുള്ള എന്തെങ്കിലും കാര്യത്തെ നാം ഒരിക്കലും വിമർശിക്കത്തില്ല. കാരണം നാം വിമർശിക്കുന്ന അതേ കുറവ് നമുക്ക് തന്നെ ഉള്ളതായി നാം ഗ്രഹിക്കും. നമ്മളിൽ കുറവ് കിടക്കുമ്പോൾ മറ്റൊരാളെ വിരൽ ചൂണ്ടാൻ പോകുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ചാട്ടെ. ഉത്തരം പറയാനല്ല ഞാൻ പറഞ്ഞത്, ചോദ്യം ഇട്ടത് അങ്ങനെയല്ല. അതുകൊണ്ട് ദൈവമക്കളെ, സ്തോത്രം. നമുക്ക് നമ്മളൊരു വിശ്വാസിയാണ്. അതായത് എപ്പോഴും നമ്മുടെ സ്വയനീതിയോ അല്ലെ നിഗളത്തെപ്പറ്റി നമുക്ക് കുറച്ചൊരു വെളിച്ചം ലഭിക്കണം. നമ്മൾ തിരുവചന ധ്യാനത്തിൽ കൂടി നമ്മളിൽ എന്തെങ്കിലും സ്വയനീതി കിടപ്പുണ്ടെങ്കിൽ അല്ലെ നിഗളം കിടപ്പുണ്ടെങ്കിൽ അതിന് ഒരു വെളിച്ചം കിട്ടുവാൻ വേണ്ടി, വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകാൻ അല്ലെ അവയെ കറക്റ്റ് ചെയ്യുവാൻ ദൈവവചന ധ്യാനത്തിൽ കൂടി അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ലജ്ജിതരായി തീരാതിരിക്കാൻ വേണ്ടി ആണ് നാം ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന നമ്മളുടെ പെരുമാറ്റം എത്രമാത്രം സാധാന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളുടെ തിന്മ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കാണാതിരിക്കുന്നത് എന്ന് നിങ്ങൾക്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. അതായത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വതം എന്നിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് അതിനുള്ള മറുപടി പൂർണ്ണമായി അത് പൂർണ്ണതയിലേക്ക് മുന്നേറുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം. പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഉള്ള ആഗ്രഹം നമുക്കുണ്ടോ? നീതിക്ക് വശം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി വിശക്കണം, നീതിക്ക് വേണ്ടി ദാഹിക്കണം. യേശു വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ സ്വർഗ്ഗത്തിൽ അല്ലെങ്കിൽ അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആണ്. സ്തോത്രം. നമ്മൾ ഈ 1 യോഹന്നാൻ ഇതൊന്ന് വായിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം വെച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്ന് കാണുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷരാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുന്നു നാം അറിയുന്നു. അവനെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം ആ പ്രത്യാശയിൽ നാം ആകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആര്? നമ്മൾ ഓരോരുത്തരും. അവൻ്റെ പുനരാഗമനത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുക്കമുള്ളവരാണ്. ഹല്ലേലൂയ. കർത്താവ് വേഗത്തിൽ വരുമ്പം നമ്മൾ അവിടുത്തെ സന്നിധി വിട്ട് അകന്നു പോകേണ്ടി വരുമോ? നമ്മൾ ചിന്തിക്കണം. സ്തോത്രം.
ഇത് സ്തോത്രം. അതായത് അതെ, അതുകൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു ലക്ഷണം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നാം ചെയ്തു പോയ ചില കാര്യങ്ങളെപ്പറ്റി നമ്മൾ പശ്ചാത്താപമുള്ളവരാണ്. അതായത് നാം ജ്ഞാനത്തിൽ, ദൈവീയ ജ്ഞാനത്തിൽ നാം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, സമ്മതിച്ചു. എന്നാൽ സ്തോത്രം, ദോഷകരമാവണ്ണം ചിലപ്പോൾ നമ്മളൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കാം. പൂർണ്ണതയോടുകൂടി കൂടുതൽ ക്രിസ്തുവിന് തുല്യമാവണ്ണം വിധത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നാം ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട് നാം പാപം ചെയ്തില്ലെങ്കിലും നമ്മുടെ അതായത് അബോധപൂർവം നാം പാപം ചെയ്തിട്ടുണ്ടോ? അതെന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ആദ്യ സമയത്ത് നമ്മൾ ഏതൊരു ആത്മീയ അവസ്ഥയിലായിരുന്നു? അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആ അവസ്ഥയിലാണോ നമ്മളിപ്പോഴും? എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ പണത്തെ സ്നേഹിച്ചിരുന്നു, ഇപ്പം പണത്തെ സ്നേഹിക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ കോപ സ്വഭാവമുള്ളവരായിരുന്നു, ഇപ്പം കോപ സ്വഭാവമുണ്ടോ? നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാളല്ലോ, നമുക്ക് മാറ്റമുണ്ടോ? ഇപ്പോഴും ആ സ്വഭാവം നമ്മളിലുണ്ടോ? വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പണ്ട് വഴക്കിടുമായിരുന്നു, ഇപ്പം വഴക്കിടുന്നുണ്ടോ? അതായത് സ്വതന്ത്രം. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവം, അന്നുണ്ടായിരുന്ന സ്വഭാവം ഇപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെപ്പറ്റിയും നമ്മുടെ രീതിയെപ്പറ്റിയും അത് നമുക്കൊരു പശ്ചാത്താപം ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ എടുക്കപ്പെടും അല്ലേ? സ്തോത്രം. അപ്പം ഇപ്പം നമ്മൾ പോകുന്ന സഭയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാൾ ആത്മീയമായിട്ട് പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്ന പക്ഷം ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ആത്മീയതയോടുകൂടി ദൈവവചനം പ്രസംഗിക്കും. കഴിഞ്ഞ വർഷം കടന്നുപോയി, പുതിയ വർഷമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള പ്രസംഗമാണോ നമ്മളിപ്പോൾ കേൾക്കുന്നത്? സെയിം ആണോ? കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ധ്യാനിച്ചതുപോലെ നമ്മുടെ പ്രസംഗങ്ങളിൽ ശാസന, ഗുണീകരണം, പ്രബോധനം, വചനം, ധ്യാനമുണ്ടോ? അതാണ് പുരോഗതി ഉണ്ടോ? പുരോഗതി. സ്തോത്രം. പല കാര്യങ്ങളിൽ നാം വർജനം ആചരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. വർജനം ആചരിക്കേണ്ടത് വർജനം ആചരിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. അതായത് നാം ഓരോ പ്രസംഗത്തിന് ശേഷവും നമ്മളെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ അതായത് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്? ദൈവവചനമായിട്ട് നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, ഞാൻ ഉൾപ്പെടെ പറയുന്നു. നിങ്ങളിപ്പോൾ സൂസമ്മ തോമസ് കേട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ മറ്റുള്ളവരും കേൾക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്ന വളരെ വളരെ ചുരുക്കം ആളുകളെ തങ്ങളുടെ പ്രസംഗത്തിന് ശേഷം തങ്ങളെ തന്നെ വിധിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ എന്നെ തന്നെ വിധിക്കണം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ വിധിക്കണം. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതും ഈ വചനത്തിൽ കൂടി നിങ്ങളെ തന്നെ വിധിക്കണം. അതായത് സ്തോത്രം. നാം അറിവില്ലാതെ തന്നെ നമ്മുടെ അബോധപൂർവം മറ്റുള്ളവരെ മുറിപ്പെടുത്തി, അവർക്ക് ദോഷം വരുത്തി, അവരോട് അവകാശം ഉന്നയിച്ചുകൊണ്ട് കരുതലില്ലാതെ കൊണ്ടും പെരുമാറി ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. മറ്റുള്ളവരുടെ ഔദാര്യവും നന്മയും നാം മുതലെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ പറയുന്നില്ല, അല്ലേ? പണ്ടൊക്കെ ഉണ്ടല്ലോ, പണപ്പിരിവൊക്കെ നടത്തി വലിയ വലിയ വീടുകളൊക്കെ പണിയുന്നുണ്ടല്ലോ. ഞാൻ പല ആൾക്കാരും എന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നാട്ടിലുള്ളവർ വലിയ വലിയ മാസ്റ്റേഴ്സൊക്കെ വലിയ വലിയ ബംഗ്ലാവൊക്കെ പണിയുമ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് കുടിലിൽ കിടന്നവർ ഇപ്പം വലിയ ബംഗ്ലാവിലാണ് താമസിക്കുന്നതെന്ന്. അതായി പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ നന്മ നമ്മൾ മുതലെടുത്തിട്ടുണ്ടോ?
പൗലോസിനെ പോലെ കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്ത് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അതാണ് വിളിയും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആണ് സ്തോത്രം. അത് നാം ബലി കൊടുത്ത് സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി നമ്മളതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയം എങ്ങനെ കിടക്കുന്ന ദൈവമക്കളെ എന്ന് നാം സ്വയം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും BMW കാറിലെ ഞാൻ നടക്കുകയുള്ളൂ, റോൾസ് റോയ്സ് വണ്ടിയിലേ ഞാൻ കയറത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങളെ പോലെ ആണോ? സ്തോത്രം. അപ്പം ഇതൊക്കെ നാം അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയല്ലേ? മറ്റുള്ള വിശ്വാസികൾ നമ്മളെ കാണുന്നില്ലേ? നാം ചിന്തിക്കണം. നമ്മളെ അളക്കുന്നവരുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആ കാര്യത്തിൽ ഇത് കളിതമാശയല്ല. സ്തോത്രം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് അല്പം ഒരു വെളിച്ചം ലഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതെ, യേശുവിൻ്റെ തിരിച്ചു വരവെങ്കിൽ സ്വർഗത്തിൻ്റെ ആ ഉജ്ജ്വല പ്രകാശം നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയും നിഗളത്തെപ്പറ്റിയും എത്രയധികം പ്രകാശമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലേ? സ്തോത്രം. പ്രകാശത്തെ തടയിടുവാനല്ല, ആ പ്രകാശം നമ്മളിലേക്ക് ഉദിച്ചുദിച്ച് മോശയ്ക്ക് കിട്ടിയതുപോലെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളവർ നമ്മുടെ മുഖം കാണുമ്പോൾ അത് ജ്വലിക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഏശാവ് തൻ്റെ വളരെ കണ്ണുനീരോടുകൂടി താൻ കരഞ്ഞുകൊണ്ട് താൻ അപേക്ഷിച്ചു അനുഗ്രഹത്തിന്. മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചില്ല. നമുക്ക് വായിക്കാൻ സമയമില്ല. എബ്രായ ലേഖനത്തിൽ ഉണ്ട്, 12-17 അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ ഘട്ടവും ഉണ്ടാവും. അത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ സ്തോത്രം അത് താമസിച്ചു പോയെന്ന് അത് നാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നാം നന്ദിയുള്ളവരല്ലെങ്കിൽ ഇപ്പോൾ ടു ലേറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷക്കാലം ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ കരുതലും അവൻ്റെ സ്തോത്രം സ്നേഹവും അവൻ്റെ എല്ലാം അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. പിന്നീട് കരഞ്ഞ് വിലപിച്ച് ഏശാവിനെ പോലെ കരഞ്ഞ് വിലപിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മളെ തന്നെ വിധിക്കണം, കരഞ്ഞ് വിലപിക്കുകയും ചെയ്യണം. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അത് ഒരു പുതിയ വെളിപ്പാട് നമുക്ക് കിട്ടുവാൻ നമുക്ക് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കാര്യം അവൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ആ വെളിപ്പാട് നമുക്ക് വേണം. സ്തോത്രം. ആ വെളിച്ചത്തിൽ നാം നമ്മുടെ ജഡത്തിലുള്ള സ്വാർത്ഥത, ഹൃദയകാഠിന്യം, തന്നിഷ്ടം, അഹങ്കാരം, ഇതല്ലേ ആഴം കണ്ടെത്തുവാൻ കഴിയും. ആ ആഴം കണ്ടെത്തുവാൻ കഴിയണം. അപ്പം നമ്മൾ അവസാനിപ്പിക്കട്ടെ. യേശുവിൻ്റെ വിശുദ്ധിയുടെ നിലവാരം എത്തുന്നതുവരെയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ നിന്ന് നാം അലംഭാവം കാണിക്കരുത്. അവൻ്റെ വിശുദ്ധിയിൽ നിന്നും ആ നിലവാരം എത്തുവാൻ നാം ആഗ്രഹിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വരവെങ്കിൽ നാം ലജ്ജിതരായി തീരത്തില്ല. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.